അമ്മേ നമുക്ക് പോവാം. ആമി മോൾ പെട്ടെന്ന് അവളുടെ കയ്യിൽ തട്ടി പറഞ്ഞു. മോള് പറഞ്ഞത് കേട്ട് അജയ്ക്ക് മറുപടി കൊടുക്കാതെ മായ നടക്കാൻ തുടങ്ങിയതും നിങ്ങൾ തടിച്ചുകൊണ്ടായ ഏതെങ്കിലും പെണ്ണിനെ കണ്ടിരുന്നോ എന്ന് അവളോട് അവൻ ചോദിച്ചു. അതിന് അവൾ മറുപടി പറയുന്നതിന് മുൻപേ തന്നെ ആമി മോൾ ചിരിച്ചുകൊണ്ട് ഞങ്ങൾ തടിച്ചിട്ടുള്ള ആരെയും കണ്ടില്ല അങ്കിൾ എന്ന് പറഞ്ഞു. ആമി അങ്ങനെയൊന്നും ആരെയും ബോഡി ഷേമിംഗ് നടത്തരുത്, അത് ഗുഡ് ഗേൾസിന് ചേർന്നതല്ല. മായ അവൾക്ക് താക്കീത് നൽകി. ഓ അപ്പൊ ഈ അങ്കിൾ ബാഡ് ആണല്ലേ? ആമി അജയനെ നോക്കി ചോദിച്ചു. അത് കേൾക്കെ അജയന്റെ കണ്ണുകൾ തോന്നി. മായ അത് ഗൗനിക്കാതെ അവിടെ നിന്ന് നടന്നു നീങ്ങി. അജയ് അവളുടെ പുറകെ പോകാൻ ആഞ്ഞതും വിനോദ് അവനെ തടഞ്ഞു. സർ ഇപ്പൊ അവരുടെ പുറകെ പോകല്ലേ, നമുക്ക് നമ്മുടെ ഡ്യൂട്ടി നോക്കാം, നമ്മൾ ഇവിടെ വന്ന കാര്യം മറക്കരുത്. വിനോദ് അവനെ ഓർമ്മിപ്പിച്ചു. എനിക്കിട്ട് പണി തരാൻ ശത്രുക്കളൊന്നും വേണ്ട, നീയേ ധാരാളം, അതല്ലേ ഇപ്പൊ ഞാനൊരു നല്ല കാര്യത്തിന് പോകുമ്പോ എന്നെ തടുക്കുന്നത്. അജയ് ദേഷ്യത്തിൽ വിനോദിനോട് പറഞ്ഞു. ഇത് കേൾക്കെ വിനോദ് പുഞ്ചിരിച്ചു. പോടാ പോ, ചിരിക്കാതെ ആ സുന്ദരിയുടെ പുറകെ പോയി അവരുടെ ഡീറ്റെയിൽസ് എടുത്തു. ഞാൻ വരാം, അജയ് ഓർഡർ ചെയ്തു. അത് കേട്ട് തലയാട്ടിക്കൊണ്ട് വിനോദ് മായയ്ക്ക് പുറകെ പോയി. ഇപ്പോഴും കാര്യം മനസ്സിലാവാതെ അജയ് തടിയുള്ള മായയും കാത്ത് എയർപോർട്ടിൽ നിന്നു. എന്നാൽ ആ സമയം കൊണ്ട് തന്നെ മായ മോളെയും കൊണ്ട് ടാക്സിയിൽ കയറി പോയിരുന്നു. എപ്പോ നോക്കിയാലും ഫോണിൽ കളിയേ ഉള്ളൂ പെണ്ണിന്. അതും പറഞ്ഞ് മായ മോളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങാൻ തുടങ്ങിയതും മോള് വേഗം ഫോൺ ഉയർത്തി പിടിച്ചു. അമ്മേ പ്ലീസ്, എനിക്ക് ഗെയിം ഒത്തിരി ഇഷ്ടമായി, ഞാൻ ഈ ലെവലിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. മോള് കൊഞ്ചുകൊണ്ട് പറഞ്ഞു. മകളെ ചെല്ലം കൊടുത്ത് വളർത്തണമെന്നൊന്നും മായ കരുതിയിട്ടില്ല എങ്കിലും മോൾ അവളുടെ പെറ്റാണ്. മോളെ ചുറ്റിപ്പറ്റിയാണ് അവളുടെ ലോകം തന്നെ. മകനെയും കണ്ടുപിടിച്ച് തന്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം, അതാണ് മായയുടെ ഇപ്പോഴത്തെ ആഗ്രഹം. ആമിമോൾ നല്ല സ്മാർട്ടും ഐക്യവും ഉള്ള ഒരു കുട്ടിയാണ്. അത് അവളുടെ ടീച്ചർമാർ തന്നെ മായയോട് പറഞ്ഞിട്ടുണ്ട്. തന്റെ മകൾ ഒരു സൂപ്പർ ഇന്റലിജന്റ് ആണെന്നത് പലതവണ മായയ്ക്ക് ബോധ്യമായിട്ടുള്ളതാണ്. പുതിയ സ്ഥലമായതുകൊണ്ട് മോളെ വാശി പിടിപ്പിക്കേണ്ടെന്ന് കരുതി മായ ഒന്നും പറയാതെ മോളെ ഫോണിൽ കളിക്കാൻ അനുവദിച്ചു. അധികം വൈകാതെ തന്നെ അവരുടെ ടാക്സി അവർ ബുക്ക് ചെയ്ത സഫയർ ഹോട്ടലിൽ എത്തിച്ചു. ടാക്സിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അവളുടെ കാലിടറി. എങ്കിലും അവൾ വീഴാതെ ഡോറിൽ പിടിച്ചു നിന്നു. ചെറിയ വേദന ഉണ്ടായിരുന്നു അവൾക്ക്. അമ്മേ എന്തു പറ്റി? ആമിമോൾ പേടിയോട് ചോദിച്ചു. ഒന്നുമില്ല മോളെ, കാല് പെട്ടെന്ന് സ്ലിപ്പായി, അത്രേ ഉള്ളൂ. എന്റെ മോള് വന്നേ. മോളെ ആശ്വസിപ്പിച്ച് വേദന സഹിച്ചു പിടിച്ചുകൊണ്ട് മായ മോളെയും കൊണ്ട് ഹോട്ടലിലേക്ക് നടന്നു. നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് റിസപ്ഷനിൽ നിന്നും കീ വാങ്ങി അവർ റൂമിലേക്ക് ചെന്നു. 8 നിലയുള്ള ആ 7 സ്റ്റാർ ഹോട്ടലിന്റെ ഏറ്റവും മുകൾ നിലയിൽ പ്രീമിയം റൂംസ് ആണ്. അതിലൊന്നാണ് മായ ബുക്ക് ചെയ്തത്. അവളുടെ അനുവാദമില്ലാതെ മറ്റാർക്കും അവിടെ വന്ന് അവളെ ശല്യം ചെയ്യാൻ കഴിയില്ല. നല്ല സെക്യൂരിറ്റി ഉള്ള ഹോട്ടൽ ആയതുകൊണ്ട് സേഫ് ആണ്. വിശാലമായൊരു സ്വീറ്റ് റൂം, 2 ബെഡ്റൂമും ഒരു ഹാളും കിച്ചണും പ്രൈവറ്റ് പൂളും അടങ്ങുന്നതാണ്. 2 ബെഡ്റൂമും തമ്മിൽ സ്ട്രക്ചറൽ വ്യത്യാസമുണ്ട്, പക്ഷേ രണ്ടും കാണാൻ നല്ല ഭംഗിയുള്ളവ. അതിമനോഹരമായ ആ സ്വീറ്റ് റൂം മായയ്ക്കും മോൾക്കും ഇഷ്ടമായി. അവിടുത്തെ സൗകര്യങ്ങളെല്ലാം രണ്ടുപേർക്കും നന്നേ ബോധിച്ചു. അങ്ങനെ 2 സ്വീറ്റ് റൂമേ ആ ഹോട്ടലിലുള്ളൂ, ബാക്കിയെല്ലാം നോർമൽ റൂംസ് ആണ്. അവരുടെ സ്വീറ്റിന്റെ നേരെ എതിർവശത്താണ് രണ്ടാമത്തേത്. അതിൽ താമസിക്കുന്നത് ആ ഹോട്ടലിന്റെ ഓണറാണ്. അത് മറ്റാരുമല്ല, മായയെ കുറിച്ച് അവളുടെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുവെന്ന് ആരതി പറഞ്ഞ അതേ സഞ്ജീവമാണ്. ആരതി പറഞ്ഞ സഞ്ജീവ് മാധവന്റെ ഹോട്ടലിലാണ് താൻ ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നതെന്ന് മായയ്ക്കും അറിയില്ലായിരുന്നു. തനിക്ക് താമസിക്കാൻ സേഫായി ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതായിരുന്നു അവൾ. സഞ്ജീവ് മാധവ് എന്ന കേരളത്തിലെ കോടീശ്വരനായ ബിസിനസ്സുകാരന്റെ പേര് മാത്രമേ അവൾ കേട്ടിരുന്നുള്ളൂ. അയാളുടെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല. പൊതുവെ മായയ്ക്ക് സോഷ്യൽ മീഡിയയോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് പേരിനൊരു അക്കൗണ്ട് ഉണ്ടെന്നല്ലാതെ അതൊന്നും നോക്കാറില്ല അവൾ. ഇനി നോക്കുകയാണെങ്കിൽ തന്നെ കൂടുതലും വേൾഡ് ന്യൂസ് ആണ് അവൾക്ക് താല്പര്യം. ഒരു റൂമിൽ തന്റെ സാധനങ്ങളെല്ലാം വെച്ച് മോളെ ബെഡിലിരുത്തി ടിവിയിൽ കാർട്ടൂൺ വെച്ച് കൊടുത്ത് മായ ഡ്രസ്സും എടുത്ത് കുളിക്കാനായി ചെന്നു. കുളിക്കാൻ കയറി 5 നിമിഷം കഴിഞ്ഞതും മായയുടെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. ടിവിയിൽ മുഴുകി നിന്ന മോള് അത് ഗൗനിച്ചില്ല. ഫോൺ റിംഗ് ചെയ്ത ശബ്ദം കേട്ട് മായ മോളെ വിളിച്ചു. ഫോണിൽ ആരാ വിളിക്കുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. ആമി, ഫോൺ എടുത്ത് ആരാണെന്ന് നോക്കിക്കേ. മായ വിളിച്ചു പറഞ്ഞത് കേട്ടിട്ടും മോൾ ബെഡിൽ നിന്ന് എണീക്കാൻ മടിച്ചിട്ട് നോക്കിയില്ല. കുറച്ചു നേരം മടിച്ച് ആ കോൾ കട്ടായി. ആരാ ഫോണിൽ വിളിച്ചത്? കുളി കഴിഞ്ഞ് വന്നതും മായ അവളോട് ചോദിച്ചു. അറിയില്ല, ഞാൻ നോക്കിയില്ല, ആമിമോൾ പതിയെ പറഞ്ഞു. മായ മോളെ തറപ്പിച്ചെന്ന് നോക്കിയതും തെറ്റ് ചെയ്തതുപോലെ മോളുടെ തല കുനിഞ്ഞു വന്നു. ഈ ഇടയായ അനുസരണക്കേട് നിരക്കത്തിൽ കൂടുന്നുണ്ട്. കപട ഗൗരവത്തിൽ മായ മോളെ ശാസിച്ചുകൊണ്ട് ഫോണും എടുത്ത് പുറത്തേക്ക് പോയി. അവളുടെ അച്ഛൻ ശേഖരനായിരുന്നു വിളിച്ചത്. മായ അടുത്ത മുറിയിലേക്ക് ചെന്നതും വീണ്ടും ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. ഹലോ. മായ ഫോൺ എടുത്തതും ശേഖരൻ മറുപുറത്ത് നിന്നും അവളെ ശകാരിച്ചു തുടങ്ങി. നീ എന്താ മായ കാണിച്ചത്? നിന്നെ കാത്ത് അജയ് മോൻ അവിടെ എത്ര നേരം നിന്നെന്നറിയോ? ശേഖരൻ ദേഷ്യത്തിൽ ചോദിച്ചു. അത് കേട്ടതും ഇന്ന് എയർപോർട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം മായയുടെ മനസ്സിൽ വന്നു. എല്ലാം ഓർക്കും തോറും അവളിൽ ദേഷ്യം ഇരച്ചെത്തി. എങ്കിലും അവൾ സംയമനം പാലിച്ച് ഒന്നും അറിയാത്ത പോലെ സംസാരിച്ചു തുടങ്ങി. അജയ് എന്നെ പിക്ക് ചെയ്യാൻ വന്നിരുന്നോ? അതിന് ഞാൻ അവനെ അവിടെയൊന്നും കണ്ടില്ലല്ലോ, എന്നോട് അച്ഛൻ പറഞ്ഞില്ലല്ലോ. മായ നിഷ്കളങ്കമായ ഒരു നുണ പറഞ്ഞു. ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നതാണ് നല്ലത് എന്ന് അവൾക്ക് തോന്നി. അത് കേൾക്കെ ശേഖരനും മറുപടി ഒന്നും പറയാൻ പറ്റിയില്ല. മായ അറിയാഞ്ഞിട്ടല്ലേ അയാൾ കരുതി. അല്ല, നീ ഇപ്പൊ എവിടെയാ? വീട്ടിലേക്ക് വരുന്നില്ലേ? ഇവിടെ എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ്, ശേഖരൻ പറഞ്ഞു. ഞാൻ വരാം. മായ ആ സംഭാഷണം അവസാനിപ്പിക്കാനായി പറഞ്ഞു. അവൾ അന്ന് തന്നെ വരുമെന്ന് കരുതി ശേഖരനും ഫോൺ വെച്ചു. ഫോൺ കട്ടായതും മായ ഒന്ന് നിശ്വസിച്ചു. വീട്ടിലേക്ക് പോകണം. മോളെ ആദ്യമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. അവളോട് അവിടെയുള്ളവർ എങ്ങനെ പെരുമാറും എന്നറിയില്ലല്ലോ. തനിക്ക് തന്നെ ആ വീട്ടിൽ നിന്ന് നല്ല അനുഭവം അല്ല ലഭിച്ചിട്ടുള്ളത്. അവൾ ഓർത്തു. തൽക്കാലം മോളെ കൊണ്ടുപോകണ്ട, ഇവിടെ നിർത്തിയിട്ട് പോകാം എന്ന് അവൾ ചിന്തിച്ചു. ലണ്ടനിൽ ഇരിക്കുമ്പോൾ മോൾക്ക് 3 വയസ്സാവുന്ന വരെ മായ ചിറ്റയുടെ ഒപ്പം നിന്നുള്ളൂ. അത് കഴിഞ്ഞ് 1 വർഷം ഒരു വീട് വാടകയ്ക്കെടുത്ത് ആ വീട്ടിൽ ഒരു ആയയെ നിർത്തി. അവളപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുകയായിരുന്നു. മോൾക്ക് 4 വയസ്സായപ്പോൾ തന്നെ അവൾ ഒറ്റയ്ക്ക് നിർത്തി ശീലിപ്പിച്ചു. അപ്പോഴേക്കും മായയും ഒരു ഡോക്ടറായി അവിടെ ജോലിക്ക് കയറിയിരുന്നു. അവൾ ഓർത്തു. മായ 2ാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥി ആയിരുന്നപ്പോഴാണ് അജയുമായുള്ള വിവാഹം നടക്കുന്നത്. ആദ്യ ശ്രമത്തിൽ തന്നെ സ്കോളർഷിപ്പോട് കൂടി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങിയെടുത്തിരുന്നു അവൾ. പഠനം കൊണ്ടല്ലാതെ തനിക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അവളുടെ അനുഭവങ്ങൾ അവളെ പഠിപ്പിച്ചിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ അവൾക്ക് സംഭവിച്ച ആ ഹോർമോൺ ഇംബാലൻസ് പ്രശ്നം, അതൊക്കെ കൊണ്ട് തന്നെ ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം.
ഗർഭിണിയായിരുന്ന സമയം മെഡിക്കൽ കോളേജിലെ അവളുടെ ടീച്ചറുടെ സഹായത്തോടെ അവൾ പരീക്ഷ എഴുതിയിരുന്നു. അവളുടെ മുറിക്കുള്ളിൽ ഒറ്റയ്ക്ക് കഴിയുമ്പോഴും ടീച്ചർ കൊടുത്ത പുസ്തകങ്ങളായിരുന്നു അവളുടെ കൂട്ട്. പിന്നെ ലണ്ടനിൽ എത്തിയപ്പോഴും ചിറ്റയുടെ സഹായത്തോടെ അവിടെ ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റി. നാട്ടിൽ നിന്ന് ടീച്ചറുടെ സഹായത്തോടെ അവളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവിടെ സബ്മിറ്റ് ചെയ്തു. 4ാം വർഷത്തിലെ അഡ്മിഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. അതിനായി അവൾക്ക് ഒരു എൻട്രൻസ് എക്സാം എഴുതേണ്ടി വന്നിരുന്നു. എന്നിട്ടും കുറച്ച് പൈസ കെട്ടേണ്ടതായി വന്നു. അതെല്ലാം കൊടുത്തത് അവളുടെ ചിറ്റയും ഭർത്താവുമായിരുന്നു. ഈ ജന്മം മായ ആരോടെങ്കിലും കടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് അവരോടാണ്. ഇന്നെന്തായാലും വൈകുന്നേരം ആയതിനാൽ വീട്ടിലേക്ക് പോകണ്ടെന്ന് മായ തീരുമാനിച്ചു. മോളെ ഒറ്റയ്ക്ക് നിർത്തി പോകുന്നത് കൊണ്ട് ആദ്യം മോൾക്ക് ഇവിടവുമായി ഒന്ന് അഡ്ജസ്റ്റ് ആവണം. അവിടെ ആ സ്വീറ്റ് റൂമിൽ കിച്ചൺ ഉണ്ട്. മായ കിച്ചണിൽ ചെന്ന് നോക്കി. ബ്രെഡ് ടോസ്റ്റർ, കെറ്റിൽ, ചായപ്പൊടി, പഞ്ചസാര, ഒരു പാക്കറ്റ് ബ്രെഡ്, ചെറിയൊരു ഫ്രിഡ്ജ് എന്നിവ അവിടെ ഉണ്ടായിരുന്നു. മായ അവിടെയെല്ലാം മൊത്തത്തിൽ നോക്കി. കുറച്ച് സാധനങ്ങൾ വാങ്ങണം. മോളെയും കൊണ്ട് പുറത്തൊക്കെ പോയി ഡിന്നറും കഴിച്ച് സാധനങ്ങൾ വാങ്ങി തിരികെ വരാമെന്ന് അവൾ കരുതി. മായ തിരികെ ചെന്ന് മോളെ കുളിപ്പിച്ച് അവൾക്ക് പുതിയൊരു ഉടുപ്പും ഇട്ട് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ആദ്യം അവർ ചെന്നത് ബീച്ചിലേക്കായിരുന്നു. അവിടെ വെള്ളത്തിൽ രണ്ടുപേരും നന്നായി കളിച്ചു. സന്ധ്യയായതും മോളെയും കൊണ്ട് അവൾ കരയ്ക്ക് കയറി. ആ കടൽ തീരത്ത് കൂടി നടക്കുമ്പോൾ മായയ്ക്ക് ഏതാനും വർഷം മുൻപ് അവൾ ഇതിലെ ഏകയായി നടന്നത് ഓർമ്മ വന്നു. ഇന്നിപ്പോൾ കൂടെ മോളുണ്ട്. അന്ന് താൻ ഒറ്റയ്ക്കായിരുന്നു. വീട്ടിലെ എല്ലാവരുടെയും കളിയാക്കലും കുറ്റപ്പെടുത്തലും ഒട്ടും സഹിക്കാൻ വയ്യാതാകുമ്പോൾ അവൾ ഇടയ്ക്ക് വന്ന് മനസ്സ് ശാന്തമാക്കുന്ന സ്ഥലമായിരുന്നു ആ കടൽ തീരം. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്ന്. അങ്ങനെ ഇരുവരും നടക്കുമ്പോഴാണ് അവിടെ കരയിലുള്ള ഒരു കുഞ്ഞു തട്ടുകടയുടെ അടുത്തെത്തിയത്. അവിടെ ചില്ലുപൊട്ടിൽ അടുക്കി വെച്ചിരുന്ന പലഹാരങ്ങൾ കാണെ ആദ്യമായി കാണുന്നത് പോലെ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു ആമിമോൾ. ഇതെന്താ അമ്മേ? പഴംപൊരി വെച്ചിരുന്ന ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ച് മോൾ ചോദിച്ചു. ഇതാണ് പഴംപൊരി. അമ്മയുടെ ഫേവറേറ്റ് ആണ്. മോൾക്ക് വേണോ? അമ്മ വാങ്ങിത്തരാം. മായ ചോദിച്ചതും മോൾ വേണമെന്ന് തലയാട്ടി. മായ ഒരെണ്ണം തനിക്കും ഒരെണ്ണം മോൾക്കുമായി വാങ്ങി. ആ ചൂട് പഴംപൊരി പതിയെ ഊതി ഊതി അവൾ മോൾക്ക് കൊടുത്തു. മോൾ ആകാംക്ഷയോടെ ഒന്ന് കടിച്ചു. പുതിയ രുചി അറിഞ്ഞതിന്റെ തെളിച്ചം അവളുടെ മുഖത്ത് അറിയുന്നുണ്ടായിരുന്നു. മോൾക്ക് അതിഷ്ടമായെന്ന് മായയ്ക്ക് മനസ്സിലായി. ശേഷം അവൾ മോളെയും കൊണ്ട് അടുത്തുള്ള സൂപ്പർമാർക്കറ്റിലേക്ക് പോയി. അത്യാവശ്യം വേണ്ടത് വാങ്ങിക്കൊണ്ട് തിരികെ ഹോട്ടലിലേക്ക് തന്നെ അവർ തിരികെ പോയി. കിച്ചണിൽ എല്ലാം കൊണ്ടുവച്ചിട്ട് അവർ ഡിന്നർ താഴെയുള്ള റെസ്റ്റോറന്റിൽ വിളിച്ച് ഓർഡർ ചെയ്തു.